ജപ്പാനിൽ മെഗാ ക്വേക്ക് അഡ്വൈസറി പുറത്തുവിട്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാം വലിയ തോതിൽ പരിഭ്രാന്തരായി അവശ്യ സാധനങ്ങൾ മേടിച്ചു കൂട്ടുന്ന തിരക്കിലാണ്. സത്യത്തിൽ എന്താണ് ജപ്പാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു മെഗാ എർത്ത് ക്വേക്കും വലിയൊരു സുനാമിയുമൊക്കെ വരാൻ പോവുകയാണോ? അത് നമ്മളെയും ബാധിക്കുമോ? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഓഗസ്റ്റ് 8-ാം തീയതി അഥവാ കഴിഞ്ഞ വ്യാഴാഴ്ച ജപ്പാൻ്റെ സൗത്ത് സൈഡിലായിട്ട് വലിയൊരു എർത്ത് ക്വേക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. റെക്ടർ സ്കെയിലിൽ 7.1 രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു എർത്ത് ക്വേക്കിൽ ഒരാൾക്ക് പോലും മരണമൊന്നും സംഭവിച്ചിട്ടില്ല. ഏതാനും ആളുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ചില പരിക്കുകൾ മാത്രമാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ജപ്പാൻ മെറ്റീരിയോളജിക്കൽ അസോസിയേഷൻ ഒരു അലേർട്ട്, ഒരു അഡ്വൈസറിയൊക്കെ പുറത്തുവിടുന്നത്. മെഗാ ക്വേക്ക് അഡ്വൈസറിയാണ് ഇതിനടിസ്ഥാനത്തിൽ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ ഒരു മെഗാ ക്വേക്ക് അഡ്വൈസറി എന്നൊക്കെ ചുരുക്കി തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒരു വലിയ എർത്ത് ക്വേക്ക് റെക്ടർ സ്കെയിലിൽ 8-9 ഒക്കെ രേഖപ്പെടുത്തുന്ന നിലയിലുള്ള വലിയൊരു എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ കൈക്കൊള്ളേണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതെന്നാണ് ഈ ഒരു മെഗാ ക്വേക്ക് അഡ്വൈസറി എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലൊരു വലിയ എർത്ത് ക്വേക്ക് വരാൻ പോവുകയാണോ? അതുമായി ചേർന്നുകൊണ്ട് വലിയൊരു സുനാമി തന്നെ ജപ്പാനെ വിഴുങ്ങാൻ പോവുകയാണോ? എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം 4 പ്രധാനപ്പെട്ട ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിലാണ് നിലകൊള്ളുന്നത്. അതിൽ തന്നെ യൂറേഷ്യൻ പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റ്, ഫിലിപ്പൈൻ സീ പ്ലേറ്റ് എന്നിവയാണ് ഈ 4 പ്രധാനപ്പെട്ട ടെക്ടോണിക് പ്ലേറ്റുകൾ. ഇതൊക്കെ തന്നെയും പരസ്പരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ചില പ്ലേറ്റുകൾ മറ്റ് പ്ലേറ്റുകൾക്ക് അടിഭാഗത്തേക്ക് പോലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം സിസ്മിക് ആക്റ്റീവ് ആയിട്ടുള്ളൊരു മേഖലയാണ്, ഒരു സ്ഥലമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഈ പ്ലേറ്റുകൾ ജപ്പാനിന് താഴ്ഭാഗത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു കാരണം കൊണ്ട് തന്നെ നിരന്തരമായി വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള സിസ്മിക് ആക്ടിവിറ്റികൾ ഈ മേഖലയിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം അതിൻ്റെ കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും 2-3 എർത്ത് ക്വേക്ക് മുതൽ 40-50 വരെ എർത്ത് ക്വേക്കുകൾ ജപ്പാൻ്റെ പല മേഖലകളും സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ ശക്തമായ നിലയിലുള്ള എർത്ത് ക്വേക്കുകളായിരിക്കും, മറ്റു ചിലതൊക്കെ ചെറിയ പ്രകമ്പനം പോലുള്ള ചെറിയ ചില എർത്ത് ക്വേക്കുകളായിരിക്കും. അങ്ങനെ ആകെ മൊത്തം ഒരൊറ്റ വർഷത്തിൽ തന്നെ 1500-ലധികം വരുന്ന എർത്ത് ക്വേക്കുകൾ, ഭൂമി കുലുക്കങ്ങൾ ജപ്പാനിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനാലൊക്കെ തന്നെയും കാലാകാലങ്ങളായിട്ട് ജപ്പാനിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ അവിടുത്തുകാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും തരണം ചെയ്യാൻ, അതിജീവിക്കാൻ സജ്ജമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല. ഒരുപാടധികം കാലം മുതൽക്കേ തന്നെ ഈ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ അവർക്ക് സർവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നിരന്തരമായി അവിടെ നിർമ്മിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും എർത്ത് ക്വേക്കും സുനാമിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി അവർ കൈക്കൊണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. എങ്കിൽ കൂടെയും പല കാലങ്ങളായിട്ട് വലിയ തോതിലുള്ള പല ദുരന്തങ്ങളും ജപ്പാനിൽ അരങ്ങേറാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് 2011 സംഭവിച്ചിട്ടുണ്ടായിരുന്ന സുനാമി. 2011 മാർച്ച് 11-ാം തീയതി വലിയൊരു എർത്ത് ക്വേക്കിനെ തുടർന്ന് റെക്ടർ സ്കെയിലിൽ ഏറെക്കുറെ 9.1 ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു എർത്ത് ക്വേക്കിനെ തുടർന്നുകൊണ്ട് വലിയൊരു സുനാമി തന്നെ ജപ്പാനിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏറെക്കുറെ 19,500-ലധികം വരുന്ന ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ഏറെക്കുറെ 2,500-ലധികം വരുന്ന ആളുകളെ കാണാതാവുകയും ഒരുപാടധികം ആളുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള പരിക്കുകൾ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ ആൾനാശം ഉണ്ടാക്കിയിട്ടുള്ള, ഇത്രയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ ഒരു സുനാമി ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ മൂലകാരണം എന്ന് പറയുന്നത് റെക്ടർ സ്കെയിലിൽ 9 ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന വലിയൊരു എർത്ത് ക്വേക്ക് തന്നെയാണ്. നമ്മൾ മനുഷ്യർ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി കുലുക്കങ്ങളിൽ അല്ലെങ്കിൽ എർത്ത് ക്വേക്കുകളിൽപ്പെട്ട ഏറ്റവും വലിയൊരു എർത്ത് ക്വേക്ക് തന്നെയാണ് അന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മെഗാ ക്വേക്കുകൾ സംഭവിക്കുമ്പോൾ, ഏറ്റവും വലിയ എർത്ത് ക്വേക്കുകൾ സംഭവിക്കുമ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് എല്ലാ വിധത്തിലും സജ്ജമാകാൻ വേണ്ടിയിട്ട് ചില അലേർട്ടുകളും അതുപോലെ തന്നെ ചില അഡ്വൈസറികളൊക്കെ തന്നെ നൽകാമെന്നൊരു കാര്യത്തെക്കുറിച്ച് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ജപ്പാനിലെ അധികൃതർ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 2011, 12, 13 അങ്ങനെ ഒരുപാടധികം വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ 2024 ഓഗസ്റ്റ് മാസം 8-ാം തീയതി
ഇത്തരത്തിലൊരു വലിയ എർത്ത് സംഭവിച്ചതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ ജപ്പാനിലെ മെറ്റീരിയോളജിക്കൽ അസോസിയേഷൻ ഇത്തരത്തിലുള്ളൊരു മെഗാ ക്വേക്ക് അഡ്വൈസറി പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് വലിയൊരു എർത്ത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്, സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ് അവർ ഇതിലൂടെയൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ ജപ്പാനിലെ ജനങ്ങളൊക്കെ തന്നെയും വലിയ തോതിൽ പാനിക് ആവുകയും ഒരു മെഗാ ക്വേക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ള നിലക്ക് അവരതിനാവശ്യമായിട്ടുള്ള പ്രിപ്പറേഷനുകളെല്ലാം തന്നെ ഒരുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ജപ്പാനിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ അവശ്യ സാധനങ്ങളൊക്കെ തന്നെ മേടിച്ചു കൂട്ടുന്ന തിരക്കിലാണ് അവിടുത്തുകാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയുള്ളത്. അതിൽ തന്നെ പോർട്ടബിൾ ആയിട്ടുള്ള ടോയ്ലറ്റുകളും വാട്ടർ ക്യാനുകളും അതേപോലെ ക്യാൻഡ് ഫുഡ്സും ഒക്കെയാണ് പ്രധാനമായിട്ടും അവരിപ്പോൾ ധാരാളമായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു സിറ്റുവേഷൻ നിലനിൽക്കുന്നു എന്നൊരു കാര്യം കൊണ്ട് ആളുകൾ ഓരോരുത്തരും ആവശ്യത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ അവശ്യ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഷോർട്ടേജിലേക്കൊക്കെ നീങ്ങുമെന്ന് ഭയന്നുകൊണ്ട് അതിനൊക്കെ ആളുകൾ സാധനങ്ങൾ മേടിക്കുന്നതിനൊരു ലിമിറ്റ് പോലും വെക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന നിലക്കൊക്കെ തന്നെയും ജപ്പാനിലെ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജപ്പാൻ്റെ പ്രധാനമന്ത്രിയൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള വിദേശ യാത്രകളൊക്കെ തന്നെ നിർത്തിവെച്ചുകൊണ്ട് രാജ്യത്തിന് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു നൽകണം എന്നുള്ള നിലയിൽ രാജ്യത്ത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മെഗാ എർത്ത് ക്വേക്കിൻ്റെ വലിയൊരു ഭീതിയിൽ തന്നെയാണ് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങാനും ഇത്തരത്തിൽ ഒരു മെഗാ ക്വേക്ക് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരിക്കും, അതിലൂടെ എന്തൊക്കെയായിരിക്കും, എത്ര വലിയ ദുരന്തമായിരിക്കും അവിടെ സംഭവിക്കുക എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ 3 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് മരണം സംഭവിക്കുന്ന വലിയൊരു ദുരന്തമായിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുക എന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഏറെക്കുറെ $1.5 ട്രില്യൺ നഷ്ടവും ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ ഒരു ഒറ്റ എർത്ത് ക്വേക്ക് കാരണമായിട്ട് സംഭവിക്കും എന്നുള്ള നിലയിലുള്ള കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല 2022 ജനുവരി മാസത്തിൽ തന്നെ റെക്ടർ സ്കെയിലിൽ ഏറെക്കുറെ 8-9 മാഗ്നിറ്റ്യൂഡൊക്കെ രേഖപ്പെടുത്തുന്ന വലിയൊരു എർത്ത് ക്വേക്ക് ജപ്പാനിൽ അടുത്ത 30 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് തുടങ്ങിയിട്ടുള്ള ചില ഡാറ്റകൾ, ചില വിവരങ്ങളൊക്കെ തന്നെയും അതിൽ 70% ചാൻസുകളുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയും ജപ്പാനിലെ എർത്ത് ക്വേക്ക് റിസർച്ച് കമ്മിറ്റി തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ് ജനങ്ങൾ കൂടുതൽ പാനിക് സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരുന്നത്. അവരേവരും അവർക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ തന്നെയും വാങ്ങിക്കൂട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ തന്നെയും ജപ്പാനിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ജപ്പാനിലെ നങ്കായ് ട്രൂ എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും ഈ ഒരു മെഗാ ക്വേക്കിൻ്റെ ഒരു ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ നിന്നായിരിക്കും വലിയ തോതിൽ തന്നെ ഈ എർത്ത് ക്വേക്ക് കാര്യങ്ങളൊക്കെ തന്നെയും വരുന്നത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ നങ്കായ് ട്രൂ എന്ന് പറയുന്നത് ഏറെക്കുറെ 900 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ ടെക്ടോണിക് പ്ലേറ്റുകളൊക്കെ തന്നെയും കൂടിച്ചേരുന്ന ഒരു ഭാഗമാണ്. ഇവിടെ തന്നെയാണ് ഒരു പ്ലേറ്റ് മറ്റൊന്നിൻ്റെ അടിയിലേക്കും മുകളിലേക്കൊക്കെ തന്നെയും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭാഗത്ത് നിന്ന് തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഈ ഒരു മെഗാ ക്വേക്ക് സംഭവിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ദുരന്തം തന്നെ ജപ്പാനിൽ അരങ്ങേറാൻ പോകുന്നത്. ഇവിടെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജപ്പാനിലെ ജനങ്ങളൊക്കെ തന്നെയും തയ്യാറാണോ, ഇതിനെ മറികടക്കാൻ വേണ്ടി എല്ലാം കൊണ്ടും അവർ സജ്ജമായിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു മെഗാ ക്വേക്ക് എപ്പോൾ സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കില്ല. അതിനാവശ്യമായിട്ടുള്ള ടെക്നോളജികളൊന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. എങ്കിൽ കൂടെയും ഒരു എർത്ത് ക്വേക്ക് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു സുനാമിയൊക്കെ വരാനിരിക്കുമ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പേ നമുക്ക് ചെറിയ ചില വാണിങ്ങുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാണിങ്ങുകൾ ലഭിക്കുമ്പോൾ അത് ജനങ്ങളിലേക്കെല്ലാം തന്നെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും ജപ്പാനിൽ അവർ സജ്ജമാക്കിയിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ റേഞ്ചോ കാര്യങ്ങളോ സിഗ്നലോ ഒന്നും ഇല്ലെങ്കിൽ കൂടെയും എല്ലാവരുടെയും മൊബൈൽ ഫോണുകളിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ, ഇത്തരത്തിലുള്ള അലേർട്ടുകൾ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകളിലൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലും ഈ ഒരു സംവിധാനമൊക്കെ തന്നെ പ്രാവർത്തികമായി തുടങ്ങിയിട്ടുണ്ട്. റേഞ്ചൊന്നും ഇല്ലെങ്കിൽ കൂടെയും നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിലേക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട, മഴയുമായി ബന്ധപ്പെട്ട വാണിങ്ങുകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള വാർണിംഗ് സിസ്റ്റം ജപ്പാനിലെ എല്ലാ ആളുകളുടെ മൊബൈൽ ഫോണുകളിലേക്കും ഇത്തരം ഒരു ദുരന്തം സംഭവിക്കുന്നതിൻ്റെ മുൻപേ തന്നെ, ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ്, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പേ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. മാത്രമല്ല ഇത്തരത്തിലുള്ള എർത്ത് ക്വേക്കുകളൊക്കെ സംഭവിക്കുന്ന അവസരത്തിൽ ആളുകളൊക്കെ ഫ്ലാറ്റുകളുടെ ലിഫ്റ്റുകൾക്കകത്താണെങ്കിൽ അവിടെ മറ്റൊരു സുരക്ഷാ സംവിധാനം കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആളുകളൊക്കെ തന്നെയും ലിഫ്റ്റിലേക്ക് കയറി 10ാമത്തെ നിലയിൽ നിന്നും നേരെ 1ാമത്തെ നിലയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള എർത്ത് ക്വേക്കുകൾ സംഭവിക്കുന്നത് എങ്കിൽ ആ ലിഫ്റ്റുകൾ ഓട്ടോമാറ്റിക്കലി തൊട്ടടുത്തുള്ള
അടുത്തുള്ള വരാനിരിക്കുന്ന അടുത്ത ഫ്ലോർ ഏതാണോ ആ ഫ്ലോറിലേക്ക് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ആളുകൾക്കൊക്കെ തന്നെയും എത്രയും പെട്ടെന്ന് തന്നെ ആ ഫ്ലോറിലേക്ക് ചാടി ഇറങ്ങാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പൂർണ്ണമായും എർത്ത് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിലയിൽ തന്നെയാണ് ജപ്പാനിലെ ഒട്ടുമിക്ക സ്ട്രക്ചറുകളും അവർ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. അതിനാലൊക്കെ തന്നെയും ഒരു പരിധി വരെയുള്ള എർത്ത് ക്വേക്കുകളൊക്കെ തന്നെയും തരണം ചെയ്യാനുള്ള ശേഷി ജപ്പാനിലെ ഈ സ്ട്രക്ചറുകൾക്ക് ബിൽഡിങ്ങുകൾക്കൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജപ്പാനിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എർത്ത് ക്വേക്ക് നമ്മുടെ നാട്ടിലാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരുപാടധികം കേടുപാടുകൾ നമ്മുടെ കെട്ടിടങ്ങൾക്കൊക്കെ തന്നെയും സംഭവിക്കുന്നതായിരിക്കും. നമ്മൾ അത്ര കൂടുതൽ എർത്ത് ക്വേക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളെല്ലാം നിർമ്മിക്കുന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. അപ്പം ഈ ഒരു മേഖലയിൽ ഈ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സ്ട്രക്ചറുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് എർത്ത് ക്വേക്കിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് അവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ തന്നെ അവർ നിർമ്മിച്ചു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ പ്രായം മുതൽക്കേ തന്നെ ജപ്പാനിലെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് എങ്ങാനും ഒരു എർത്ത് ക്വേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, എങ്ങാനും ഒരു സുനാമിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെ തരണം ചെയ്യാം, അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള പാഠങ്ങളൊക്കെ തന്നെയും നിരന്തരമായിട്ട് അവർക്ക് പഠിപ്പിച്ച് നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് ആകെ മൊത്തം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു എർത്ത് ക്വേക്കും സുനാമിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജപ്പാനിലെ ആളുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു മെഗാ ക്വേക്ക് അഡ്വൈസറി കൂടെ പുറത്തു വിടുമ്പോഴാണ് വലിയ തോതിൽ ആളുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അഡ്വൈസറി ഒക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് ഇത്തരത്തിൽ മെഗാ ക്വേക്ക് സംഭവിക്കുക, ഇത്തരത്തിലൊരു മെഗാ എർത്ത് ക്വേക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു സുനാമിയൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള യാതൊരുവിധ മറുപടികളുമില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലൊരു മെഗാ ക്വേക്ക് സംഭവിക്കാം. അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ജപ്പാനിലുള്ള ആളുകൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് പ്രശ്നമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പുതിയ അറിവുകൾ ലഭിച്ചുവാണെന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ടെക്നോളജിയിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു, അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും നമ്മൾ ചവിട്ടി നിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഭൂമിയുടെ ഉൾഭാഗത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഇപ്പോഴും നമുക്ക് കണ്ടെത്താനുള്ള ശേഷി നമ്മുടെ കയ്യിലില്ല, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി ഇപ്പോഴും നമ്മുടെ കയ്യിലില്ല. ഈ ഭൂമികൾക്കും എർത്ത് ക്വേക്കുകളൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടൊക്കെയാണ് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകാൻ പോലും സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. അതിനാലൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് നമുക്ക് എർത്ത് ക്വേക്കുകളും വലിയ സുനാമികളും വലിയ പ്രകൃതി ദുരന്തങ്ങളും ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്. ജപ്പാൻ ഏതായാലും അത്തരം വലിയൊരു എർത്ത് ക്വേക്ക് പ്രതീക്ഷിച്ച് തന്നെ അതിന് വേണ്ട എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും സജ്ജമാക്കി തന്നെ ഒരുങ്ങി കാത്തിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും വലിയൊരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ, ആളുകൾക്കൊന്നും മരണം സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.